പാകിസ്ഥാനെ ട്രോളി വ്യോമസേന ഇന്ത്യൻ വ്യോമസേനയുടെ 93ാം വാർഷികാഘോഷത്തോട് അനുബന്ധിച്ച് നടന്ന അത്താഴ വിരുന്നിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ തകർത്ത കേന്ദ്രങ്ങളുടെ പേരുകളാണ് മെനുവിൽ ഉൾപ്പെടുത്തിയത്. റാവൽപിണ്ടി ചിക്കൻ ടിക്ക മസാല, ബഹാവൽപൂർ നാൻ ഉൾപ്പെടെയുള്ള പേരുകൾ തുടങ്ങിയ വിഭവങ്ങളാണ് വിളമ്പിയത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബാലു, വ്യോമസേനയുടെ അത്താഴ വിരുന്നാണ്. അവിടെ ഞങ്ങളിതൊക്കെ ഫ്രൈ ആക്കി എന്ന രീതിയിലുള്ള ഒരു കളിയാക്കലോടുകൂടിയുള്ള പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ ക്രിക്കറ്റ് മത്സരത്തിനൊക്കെ ഇടയിൽ കണ്ടതാണ്. അതിന് ഒരു പിന്തുടർച്ചപ്പോൾ വ്യോമസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് തീർച്ചയായും ഈ 93ാം വ്യോമസേനാ ദിനത്തോടെ പ്രധാനപ്പെട്ട ഒരു ടീം തന്നെയായിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു. ആ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ ആദ്യം വ്യോമസേനാ മേധാവി നടത്തിയ വാർത്താ സമ്മേളനം മുതൽ ഏറ്റവും ഒടുവിൽ വ്യോമസേന നടത്തിയ അത്താഴ വിരുന്നിൽ വരെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ഈ അത്താഴ വിരുന്നിലെ മെനുവിലെ പ്രധാനപ്പെട്ട വിഭവങ്ങൾക്കെല്ലാം നൽകിയിരുന്ന പേര് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ തകർത്ത വ്യോമതാവളങ്ങളുടെയും ഭീകര കേന്ദ്രങ്ങളുടെയും പേരുകളായിരുന്നു. ഉദാഹരണത്തിന് റാവൽപിണ്ടി ചിക്കൻ മസാല എന്നായിരുന്നു ചിക്കൻ മസാലയ്ക്ക് നൽകിയിരുന്ന പേര്. റാവൽപിണ്ടി ഈ വ്യോമതാവളം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യൻ വ്യോമസേന തകർത്തിരുന്നു. ഇതിനു പുറമെ റഫീഖി റാറ മട്ടൺ, ഫൊലാരി പനീർ, മേത്തി മസാല, സർഗോദ ദാൽ മഖിനി, ജേക്കോബാദ് മേവ പുലാവ് തുടങ്ങിയ വിഭവങ്ങളും ഉണ്ടായിരുന്നു. നാനിന് നൽകിയിരുന്ന പേര് ബഹാവുൽപൂർ നാൻ എന്നായിരുന്നു നൽകിയിരുന്നത്. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായിരുന്ന ബഹാവുൽപൂറിനെ മസൂദ് അസറിന്റെ കേന്ദ്രമായിരുന്നു ഇന്ത്യ തകർത്തിരുന്നത്. അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ട്രോളുന്ന തരത്തിലുള്ള ഒരു പേരാണ് നാനിന് നൽകിയിരുന്നത്. ഇത് മാത്രമല്ല, ഈ മധുര പലഹാരങ്ങൾക്ക് നൽകിയിരുന്നതും ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ കാഴ്ചവെച്ച ഓപ്പറേഷൻ സിന്ദൂറിലും അതുപോലെ തന്നെ ബാലാക്കോട്ട് ആക്രമണ സമയത്തും ഭീകര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ തകർത്ത വ്യോമ കേന്ദ്രങ്ങളുടെയും ഒക്കെ പേരായിരുന്നു. ഇതിൽ 3 ഈ മധുര പലഹാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ബാലാക്കോട്ട് തുരാമസു, അതുപോലെ തന്നെ മുസാഫറാബാദ് കുൽഫി ഫലൂദ, ലഷ്കറിന്റെ ക്യാമ്പായിരുന്നു മുസാഫറാബാദ്. അവിടുത്തെ പേരാണ് കുൽഫി ഫലൂദയ്ക്ക് നൽകിയിരുന്നത്. അതുപോലെ തന്നെ ലഷ്കറിന്റെ ആസ്ഥാനമായിരുന്ന മുർദിക്ക ഈ വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്തിരുന്നു. മുർദിക്ക മീഠാ പാൻ എന്നായിരുന്നു ഈ നൽകിയിരുന്ന മറ്റൊരു വിഭവങ്ങൾക്ക് വ്യത്യസ്തമായ പേരുകൾ നൽകി. ഇന്ത്യ തകർത്ത വ്യോമസേനാ താവളങ്ങൾ, പാകിസ്ഥാന്റെ വ്യോമസേനാ താവളങ്ങളുടെ പേരുകളൊക്കെ നൽകിക്കൊണ്ടാണ് വ്യോമസേന അത്താഴ വിരുന്നിൽ 93ാം വാർഷികവുമായി ബന്ധപ്പെട്ട അത്താഴ വിരുന്നിൽ മെനു തയ്യാറാക്കിയത്.